നന്തങ്കോട് ഹെൽത്ത് സെൻ്ററിൽ സായുൻ്റെ 9ാം മാസത്തിലെ വാക്സിൻ എടുക്കാൻ വന്നേക്കുവാണേ. ഞങ്ങൾ ഒത്തിരി കുഞ്ഞുങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ, സായിന് കൂട്ടായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായി, കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ടേൺ വന്നതേ. ഇത്തവണ അവർ 2 കൈയിലും 2 കാലിലും ഇഞ്ചക്ഷൻ എടുത്ത് കേട്ടോ. കുഞ്ഞിൻ്റെ പാവം ഒരുപാട് കരഞ്ഞു, തളർന്ന് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഏട്ടനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്കാണേ. ഏട്ടൻ പിന്നെ അത് അറ്റൻഡ് ചെയ്യാൻ കയറി. ഞങ്ങൾ കാറിൽ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. എല്ലാം കഴിഞ്ഞ് നേരെ വെള്ളാറ് എൻ്റെ വീട്ടിലോട്ട്. ദേ ഒരു കാര്യം കാണിച്ചു തരാവേ. നല്ല ഉറക്കത്തിലായിരുന്ന കക്ഷിയാണേ. വണ്ടി നിർത്തിയതും ചാടി എഴുന്നേറ്റ് പോകുന്നുണ്ടോ ഏട്ടനോടൊപ്പം. ഇതാണ് അവൻ്റെ സ്ഥിരം പരിപാടി ഗൈസ്. അച്ഛൻ പിന്നെ താഴെ വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ തന്നെ എന്തോ വർക്ക് ചെയ്തുകൊണ്ട് താമരയും ഇലയും എല്ലാം ഉണ്ട്. അടുത്തതായി ഇതാ ട്രോഫി അനുവിന് കൈമാറുക. അയ്യോ, ഇപ്പൊ കുറേ നാളായിട്ട് അനുവിൻ്റെ മൂക്കുത്തിയിലാണ് വാവയുടെ കൈ. എന്നാണെന്നറിഞ്ഞൂടാ അതിങ്ങ് വലിച്ചൂരി എടുക്കുന്നത്, തമ്പുരാനറിയാം. എൻ്റെ അമ്മയെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് അടുക്കളയിൽ പോയി ചെന്ന് നോക്കിയ ഞാൻ കണ്ട കാഴ്ച ഗായ്സ്, ദേ ചിപ്പി. പിന്നെ ഊണിൻ്റെ കാര്യം പറയണ്ടല്ലോ. ചിപ്പി പൊരിച്ചതും കറി വെച്ചതും തോരനും മീൻകറിയും അച്ചാറും. ഹോ, കുശാലായിരുന്നടോ കുശാൽ. പക്ഷെ ഒരു കാര്യമുണ്ടേ, ഇതിനിടയിൽ ഞാനൊരു ഒഴിച്ചെറിയും കൂടെ ഉണ്ടാക്കിയേട്ടോ. സത്യം പറയാലോ, അതുമാത്രം ഫ്ലോപ്പായിപ്പോയി. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. ഊണൊക്കെ കഴിഞ്ഞിട്ട് ദേ അനുവിൻ്റെ പരിപാടിയാണ്. വാവയെ പൊട്ടൊക്കെ വെച്ച് കൊമ്പൊക്കെ കെട്ടി ഫോട്ടോ എടുത്തു ഞങ്ങൾ. എനിക്കാണെങ്കിലേ പൊട്ട് വെച്ചെടുത്തതാണ് ഇഷ്ടപ്പെട്ടെ. പൊട്ട് വെക്കാത്തതും കൊള്ളാം, പക്ഷെ പൊട്ട് വെക്കാത്തതിനേക്കാളും പൊട്ട് വെച്ചതല്ലേ കുറച്ചുകൂടെ ഭംഗി. ഇത് അനുവിൻ്റെ ഊഞ്ഞാലാണേ. ഞാൻ വന്നാൽ പിന്നെ ഞാനതങ്ങ് കൈക്കലാക്കും, അല്ല പിന്നെ. ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞ് അമ്മയെ പിടിച്ചിരുത്തി കേട്ടോ. തലയിൽ എണ്ണ തേച്ച് തരാൻ കുറേ നാളായിട്ട് അമ്മ എണ്ണ തേച്ച് തന്നിട്ട് അങ്ങനെ പിടിച്ചിരുത്തിയതാ. അനു പിന്നെ വാവയ്ക്ക് ജ്യൂസ് കൊടുക്കുന്നു. ഏട്ടനും അച്ഛനും കൂടെ കട്ടൻ കുടിക്കുമായിരുന്നേ. അച്ഛൻ പിന്നെ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് പോയി. ഏട്ടൻ ക്രിക്കറ്റ് കളിക്കാനും പോയി, ഞാൻ കുളിക്കാനും പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ദേ അമ്മ വിളക്ക് കത്തിക്കുന്നു. വിളക്ക് കത്തിച്ചൊക്കെ പ്രാർത്ഥിച്ച് കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടൻ വന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങി. രാത്രി യാത്ര എനിക്ക് എന്നും ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ്. കല്യാണത്തിന് മുമ്പ് ലാലുവിനോടൊപ്പം അച്ഛനോടൊപ്പം പോയിക്കൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ ദേ ഏട്ടനോടൊപ്പം, ഇപ്പോൾ ദേ ഞങ്ങളുടെ സായിക്കുട്ടനോടൊപ്പം. അതൊക്കെ ഒരു പ്രത്യേക വൈബാണല്ലേ. ദേ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഗ്രിൽ ഗേറ്റും തുറന്ന് ഞങ്ങളിതാ ഫ്രണ്ടിൽ കയറാൻ പോയപ്പോൾ അമ്മ ദാ ഇപ്പുറത്തെ വാതിലിൽ നിന്ന് വിളിച്ച് ഇങ്ങോട്ടേക്ക് വാ പിള്ളേരേന്നും പറഞ്ഞു. ഞങ്ങൾ പിന്നെ കൂടും കുടുക്കൊക്കെ എണീറ്റ് അങ്ങോട്ടേക്ക് പോയി. ടൈസ് ഉള്ളതുകൊണ്ട് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനും കൂടെ ഉണ്ട് കേട്ടോ വാതിലിൽ, അതായത് ഗ്രിൽ ഗേറ്റിന് ഞങ്ങളിടും. ഭാവിയും കൊണ്ട് വരുന്നുണ്ട്. അമ്മയും അച്ഛനും ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. രാത്രിയായിട്ടും അവനെയും കാത്തിരുന്നതാ. അങ്ങനെ വാവെ അവർക്ക് കൈമാറി. ഞങ്ങൾ എത്ര മണിക്കാണ് വീട്ടിൽ വന്നതെന്നറിയാവോ? വാ കാണിച്ചു തരാം. 12:50.